അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഒരു ന്യൂ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒരാളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാടെ പെങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവിടെ പോകാനുണ്ടായിരുന്നു, വേറെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബർത്ത്ഡേ കൂടി ആയതുകൊണ്ട് ഒരു ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവരെ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ല, ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും ഒരു പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ വെറുതെ എൻ്റെ ഒരു ഇതിൽ ഗിഫ്റ്റ് റെഡിയാക്കി. ഗിഫ്റ്റ് ഭംഗിയിൽ പാക്ക് ചെയ്യാനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. ഇതൊരു നല്ലൊരു രസമുള്ളൊരു ഏർപ്പാടാണ് അല്ലേ. ഇപ്പോൾ നാളെയാണ് ബർത്ത്ഡേ, ഇന്ന് നൈറ്റിൽ പോവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഒരു ഈവനിങ് ടൈമാണ് ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചൊരു 20 കിലോമീറ്ററോളം ദൂരമുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് പ്രത്യേകം വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ പിറ്റേന്നാണ് എടുത്തത്. ആള് സ്കൂളിലേക്ക് പോകാൻ റെഡിയായ സമയത്താണ് ഞാൻ ഈ ഗിഫ്റ്റ് കൊണ്ടുപോയത്. അപ്പോൾ ആ സമയത്ത് ആളുടെ മുഖത്ത് ചിരിയോ ചമ്മലോ എന്താണെന്നറിയില്ല, എന്തെന്നില്ലാത്ത എക്സ്പ്രഷനൊക്കെ വന്നു. സന്തോഷം കൊണ്ട് എനിക്കൊരു കിസ്സൊക്കെ തന്നു. എന്തോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, അവരാരും ആഘോഷിക്കാൻ ചിന്തിച്ചിട്ടുമില്ല, അങ്ങനൊരു പ്ലാനേ ഉണ്ടായിട്ടില്ല. ആളുടെ പേര് പറഞ്ഞില്ല അല്ലേ. ആളുടെ പേരാണ് ആദം മുഹമ്മദ്. സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ആദ്യം ഉള്ളത്. എക്സ്പ്രഷനൊക്കെ വാരി വിതറുക. അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയില്ല, പക്ഷെ ഏതായാലും അവന് നല്ല ധൃതിയിൽ ഇത് തുറക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും അവൻ്റെ ബാക്കിയുള്ള എക്സ്പ്രഷൻ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാകാതിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഉമ്മാമ്മ അല്ലെങ്കിൽ ആറ്റോമ്മ, ഞങ്ങളുടെയൊക്കെ ആറ്റോമ്മ മരിച്ചിട്ട് 1 വർഷമായി. അപ്പോൾ അതിൻ്റെ ആണ്ടായിരുന്നു ഇന്ന്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും അവിടെ കൂടിയിട്ടുള്ളത്. ഇന്ന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അങ്ങനെ അത് അവനിഷ്ടമായി. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് സ്കൂളിൽ പോവാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ ഫോട്ടോ പോസിങ് ആണ്. ആദ്യം റിൻസുവിനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഹെമിനും ഐദും പിന്നെ 4 അമ്മായിമാരും എല്ലാവരും കൂടി റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വണ്ടി വന്നു. അങ്ങനെ ഖത്തം വഴങ്ങലും സ്വലാത്തും ദിക്റൊക്കെ കഴിഞ്ഞു. വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പേരും മാത്രമേ ഈ പരിപാടിക്ക് ഉണ്ടായിട്ടുള്ളൂ. പ്രത്യേകിച്ച് പുറത്തൊന്നും ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉസ്താദും വീട്ടിലുള്ള കുറച്ച് ആണുങ്ങളും ബാക്കി പെണ്ണുങ്ങളും. അങ്ങനെ ഉച്ചക്കേക്കുള്ള ഫുഡൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ആണുങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ കഴിക്കാനിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് കളിതമാശകളും സംസാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ 4 അമ്മായിമാർ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടാണ് ഒരുമിച്ച് അവിടെ താമസിക്കാനൊക്കെ പോവാറ്. ഫുഡ് കഴിച്ചതിന് ശേഷം 2 ആളെ കാണുന്നില്ല. മെല്ലെ എവിടേക്കോ മുങ്ങിയതാണെന്ന് മനസ്സിലായി. ചെറിയൊരാളെയും കൂടി കാണാനില്ല. അങ്ങനെ മെല്ലെ മുറ്റത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് ഈ കാഴ്ച. വീഡിയോ എടുത്തതിന് ശേഷം കൈ നിറച്ചും വാരിക്കൊണ്ട് ഞാൻ അവിടുന്ന് ഓടി. ക്യാമറമാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആദുവിൻ്റെ ബർത്ത്ഡേ ആണ് നൈറ്റിൽ. അവൻ്റെ ഉപ്പ ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്തയച്ച കേക്കാണിത്. ആദു ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. അതിൻ്റെ കൂടെ എൻ്റെ മോനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അവൻ ഒരേ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, ഹാപ്പി ബർത്ത്ഡേ ആദു എന്ന്. ക്യാൻഡിൽ ലൈറ്റൊക്കെ കണ്ടപ്പോൾ പിള്ളേർ മൊത്തത്തിൽ ഹാപ്പിയായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ബർത്ത്ഡേ അങ്ങനെ നല്ലൊരു സെലിബ്രേഷൻ മൂഡിൽ തന്നെയായി. പെങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനൊരു ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ബർത്ത്ഡേ അടിപൊളിയായി. അതുമാണെങ്കിൽ നല്ല സന്തോഷത്തിലുമായി. നല്ല സ്ട്രോബെറി ഫ്ലേവറുള്ള കേക്കാണ് ഇത്.
ബർത്ത്ഡേ ബോയും പിള്ളേരൊക്കെ അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. ഇതിപ്പോൾ ഇതിനൊക്കെ കാരണക്കാരി ഞാനാണെന്ന് ഉമ്മ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആരോടും പറയാതെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുത്തല്ലോ രാവിലെ. അപ്പോൾ അതിന് ശേഷം എല്ലാ അമ്മായിമാരും കൂടി ഇതുപോലെ ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് രാത്രിയിൽ കൊടുത്തു. പറയാൻ കാരണം വേറൊന്നുമല്ല, ഇനി ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പ്ലാനിങ് ഒന്നും ഇല്ലാതെ പിന്നെ ഇങ്ങനെ ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചതെന്ന്. ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കലും അൺബോക്സിങ്ങും എല്ലാം പെട്ടെന്നായിരുന്നു. നജബാബിയുടെയും ഷഹലാപ്പാൻ്റെയും ഗിഫ്റ്റാണ് ആദ്യം ഓപ്പൺ ചെയ്തത്. നല്ലൊരു അടിപൊളി ടീഷർട്ടായിരുന്നു, അത് നല്ല മാച്ച് ഉണ്ടായിരുന്നു അവനിട്ടിട്ട്. അടുത്തത് അച്ചാമാൻ്റെയും ഷബുആറ്റാൻ്റെയും ഗിഫ്റ്റാണ് ഓപ്പൺ ആക്കാൻ പോകുന്നത്. പാക്കിങ് പൊളിച്ചിട്ടും കഴിയാത്തത് കൊണ്ട് ഷഹലാറ്റയും കൂടി അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവനോട് എല്ലാവരും കൂടി ചോദിക്കുന്നുണ്ട് എന്തായിരിക്കും അതിലെന്ന്. പക്ഷെ അവന് ഇങ്ങനെ ഓർക്കുന്നതല്ലാതെ അവന് പറയാനൊന്നും കിട്ടുന്നില്ല. നല്ലൊരു അടിപൊളി ഷൂസായിരുന്നു ഗിഫ്റ്റ്. വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക്. മാഷാ അല്ലാ, ആദുവിൻ്റെ ഹാപ്പി കണ്ടോ? അവൻ അത്രയും സന്തോഷത്തിലാണ്. ക്യാമറമാൻ അതിൻ്റെ ഇടയിലൂടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടേ. എന്നും കൂടി ആദുവിന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയിലുള്ള പാക്കറ്റും കവറൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അടുത്തത് റയ്യാൻ തമ്മായുടെയും ബാബാ ബാറ്റയുടെയും വകയുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ അവരുടെ മക്കളായ ഷെസു റിൻസു ആണ് കൊടുക്കുന്നത്. അതിൻ്റെ അൺബോക്സിങ്ങും കൂടി ഷഹലാറ്റ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് ഓപ്പൺ ചെയ്യാൻ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ലല്ലോ. അവൻ്റെ മുഖം കണ്ടാൽ അറിയാം അടുത്തത് എന്തായിരിക്കും എന്നാണ് അവൻ്റെ ചിന്ത. ഇതിലിപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഈ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോഴാണ്. എൻ്റെ സ്വന്തം ഇത്താത്തയായ ഹവത്താത്തയും കൂടി നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും കൂടി കണ്ടപ്പോൾ അവൻ ഫുള്ളി ഹാപ്പിയായി. അങ്ങനെ ആരോടും പറയാതെ മിണ്ടാതെ വെക്കാമെന്ന് വിചാരിച്ച ബർത്ത്ഡേ ഞങ്ങളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. ഇതൊക്കെയാണ് ആദുവിന് കിട്ടിയ ഗിഫ്റ്റുകൾ. ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ മറന്നുപോയി. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നോക്കുമ്പോഴാണ് കേക്കിൻ്റെ കാര്യം ഓർമ്മ വന്നത്. കേക്ക് അവിടെ ഒരു പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെ എല്ലാവരും കൂടി ഓരോ പീസ് എടുത്ത് പോയി. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. നല്ലൊരു ഷൂസായിരുന്നു, പക്ഷെ സൈസിനേക്കാളും ചെറുതായിപ്പോയി. ഇനി സെയിം സാധനം തന്നെ വലിയ സൈസ് കിട്ടുമോ എന്തോ അറിയില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.